റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പൂച്ചനെ ബുദ്ധിമുട്ടിക്കരുത്, കൊതുകിനെ ബുദ്ധിമുട്ടിക്കരുത്, നായനെ പ്രയാസപ്പെടുത്തരുത്. ഇതാണ് ഓരോ ചിന്ത തന്നെ. കുഷ്ഠരോഗം പിടിച്ച നായക്ക് 40 ദിവസം രാവിലെയും വൈകുന്നേരവും ചികിത്സിച്ചു എന്നൊക്കെ വായിച്ചപ്പോൾ എനിക്കൊക്കെ പണ്ട് തോന്നിയത് മറ്റേ MLT-കാർ ലാബ് ടെക്നീഷ്യൻ ടീമൊക്കെ ഗ്ലൗസെല്ലാം ഇട്ടിട്ട് ബ്ലഡും മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആ ഫീലിങ്ങിലായിരിക്കും കയ്യോറൊക്കെ ഇട്ടിട്ട് ചെയ്തത്. കിതാബ് വായിക്കുമ്പോൾ അല്ലേ മനസ്സിലാവണത് രാവിലെയും വൈകുന്നേരം 7 പ്രാവശ്യം കൈ കഴുകി അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളമായിരുന്നു. 41ാമത്തെ ദിവസം ആ നായ ഒന്ന് കൊടന്നിട്ട് ഉഷാറെല്ലാം തിരിച്ചു വന്നിട്ട് പോകുമ്പോൾ റിഫായി ശൈഖിന്റെ കണ്ണിൽ വരുന്നൊരു സന്തോഷമുണ്ട്. ഇതിനാണ് മതം എന്ന് പറയുക. മതമുള്ള മനുഷ്യൻ ആവുക എന്നുള്ളതാണ്. മനുഷ്യനാവുക എന്ന് പറയുന്നതിൻ്റെ താല്പര്യം നമുക്ക് കേരള യാത്രയിൽ വായിക്കാൻ പറ്റുന്നത്. മനുഷ്യനാവുക, മൃഗാവരുത്, ദേഷ്യപ്പെടരുത്, ചൂടാവരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്, ആരെയും കളിയാക്കരുത്. കളിയാക്കലുകളാണ് പുതിയ കുട്ടികളുടെ ഏറ്റവും വലിയ ട്രെൻഡ്. കുഫറിന് ശേഷം ഉള്ള ഏറ്റവും വലിയ തെറ്റാണ് ഈ ട്രോൾ എന്ന് പറയുന്നത്. മറ്റുള്ള ആളെ കളിയാക്കുക. ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ടീച്ചർ പറയണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു കുട്ടി വേക്കുന്നു, മറ്റേ കുട്ടിയോട് അങ്ങനെ ചെയ്താൽ ഇപ്പോൾ എന്താ പ്രശ്നം? ഇതാണ് പുതിയ. കാരണം അവർ റീൽസുകളിൽ നിന്നും വീഡിയോസ് ഒന്നും കാണുന്ന തന്നെ ഇതാണ്. പിന്നെന്താ അപ്പോൾ അവർ ചെയ്യേണ്ടത്? ആരുടെ ചിരിക്കുന്നു? നമ്മളെന്ത് ചിരിച്ചു? ടീച്ചർ പിന്നെയും ടേൺ ചെയ്ത് ബ്ലാക്ക് ബോർഡിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി പിന്നെയും മറ്റേ. ഇത് ഏറ്റവും ചെറുപ്പകാലത്ത് കുട്ടികളിൽ നിന്നും നുള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്. കുഫറിന് ശേഷം 2ാമത്തെ സ്ഥാനത്തുള്ള തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ് മനുഷ്യന്മാരെ പരിഹസിക്കുക എന്ന് പറയുന്നത്. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. പരിഹസിക്കുന്നവർക്കാണ് ഈ നരകം പറഞ്ഞേക്കുന്നത്. കാരണം ഈ കാണുന്ന സാധനമേ കുട്ടികൾ ഇംപ്ലിമെന്റ് ചെയ്യുള്ളൂ. അത് നമ്മുടെ വീട്ടിലും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വീട്ടിൽ എലിശല്യം ഉണ്ടായാൽ എന്ത് ചെയ്യണം? അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ കിട്ടിയ ഉത്തരം പൂച്ചനെ വാങ്ങിയാൽ മതി. പൂച്ച എല്ലാ എലിനെയും അപ്പാടെ ഫുള്ളായിട്ട് തിന്നോ? ഇല്ല. പൂച്ചൻ്റെ സൗണ്ട് കേട്ടാലും പൂച്ചൻ്റെ പെരുമാറ്റം കണ്ടാലും എലി ഓടും. ഓ അങ്ങനെ ഉണ്ടല്ലേ, അങ്ങനെ വാങ്ങിയാലോ എന്ന് ആലോചിക്കും ഈ മഹാൻ. ചിന്തിക്കാണ് ഈ എലി എടുത്തേക്ക് ഓടല് വീട്ടിൻ്റെ പുറത്തേക്ക്. എന്നിട്ട് അയൽപക്കത്തെ വീടുകളിൽ കയറൂലേ, അപ്പം അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാവൂലേ? വേണ്ട, ഞാൻ സഹിച്ചോളാം. അയൽവാസിക്ക് ബുദ്ധിമുട്ടാവണ്ട. മനുഷ്യൻ, ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യന്മാർ. കണ്ടങ്ങള് കഫുല്ലതാ. എൻ്റെ യാത്രയിൽ എന്നെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടാവരുത്.